ഹലോ ഗൈസ്, നമുക്ക് അതേമാതിരി ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് മേക്കപ്പ് ഓർഗനൈസറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതേമാതിരി ഒരു വലിയൊരു കാർഡ്ബോർഡ് ബോക്സാണ് വേണ്ടത്. ചെറിയ ഐറ്റത്തിൽ തന്നെ തുടങ്ങാം. ഇത് ഞാനിപ്പോൾ ചെറിയൊരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്കാണ് ഫസ്റ്റ് ഞാൻ ഒരു മാർക്ക് ചെയ്യണം. ലിപ്സ്റ്റിക്ക് ഏതാണ് നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ്സ്, ആ പ്രോഡക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആക്സോ ബ്ലേഡോ അതുപോലെ വേറെ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു തുള ഉണ്ടാക്കുക. തുള ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ലിപ്സ്റ്റിക്ക് ഒന്നുകൂടി അതിലിട്ട് നോക്കുക. എന്നാലും ഞാനിപ്പോൾ കറക്റ്റായിട്ടല്ല ചെയ്യുന്നത്. ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ബിക്കോസ് ആ ഒരു ഫിനിഷിങ് വെക്കാതിരിക്കുന്നത് ആ ഒരു പീസിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടി ടൈറ്റാവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതേമാതിരി വയ്ക്കുക. അങ്ങനെ നമുക്കൊരു എൻ്റെ കയ്യിലൊരു 12 ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ഈ 12 ലിപ്സ്റ്റിക്കിനുള്ള തുള അതേമാതിരി ഞാൻ ഉണ്ടാക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേമാതിരി 12 തുള ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേമാതിരി ഇതിലൊക്കെ ആ ലിപ്സ്റ്റിക്ക് വെക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്, പിന്നെ വേറെ ഞാൻ ഈ ഐലൈനറാണ് ഇനി അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രോഡക്റ്റൊക്കെയാണ് ഉള്ളത് ആ പ്രോഡക്റ്റിൻ്റെ ഇത് മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഐലൈനർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത മാതിരി തന്നെ അതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും ഞാൻ അതേമാതിരി ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി വേറൊരു ചെറിയ ബോക്സ് എടുത്ത് അതിൻ്റെ അതേ ഒരു പാകത്തിൽ തുളണ്ടാക്കിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെക്കുക. അതാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ വേറൊരു ബോക്സ് പോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഊരിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി വെച്ചത് എന്നിട്ട് കാര്യം. ഇനിയിപ്പോൾ ഞാനൊന്നൊരു ഊരി ഇതാണ്ടോ ഇവിടെ തുള. എന്നിട്ട് ആ തുളയ്ക്ക് ഇതേമാതിരിയുള്ള ബോക്സ് ഇടുക. കാരണം എന്നാൽ എനിക്കിത് ബ്രഷസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേമാതിരി. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അളവിടുക. ഞാൻ ഇപ്പം ഇനി വേറെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്ന ഐസ്ക്രീം പാത്രത്തിൻ്റെയാണ്. കാരണം ഐസ്ക്രീം പാത്രത്തിൻ്റെ വട്ട അടയാളപ്പെടുത്തി എന്നിട്ട് ഞാനത് ആക്സോ ബ്ലേഡ് വെച്ച് കീറിയിട്ട് അതിൻ്റെ വട്ടത്തിൽ അത് വീണ്ടും വെക്കുന്നു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐസ്ക്രീം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം പാത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനിതിൽ. അതേമാതിരി ഇപ്പം ഉണ്ടാക്കിയ മാതിരി തന്നെ അതിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ അവസാനം ഞാൻ ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്തൊരു ഗിൽറ്റർ പേപ്പറും ആ ഗിൽറ്റർ പേപ്പർ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വേറൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ക്രാഫ്റ്റ് പേപ്പർ. ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചിരുന്നു. വാങ്ങിച്ച സമയത്ത് 10 രൂപ എത്ര ഉണ്ടായിരുന്നു. അങ്ങനത്തെ 2 പേപ്പർ വാങ്ങിച്ചിരുന്നു. ആ 2 പേപ്പർ ഒന്ന് ഒട്ടിച്ചിട്ട് അപ്പോൾ വേറൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടതിന്. അപ്പോൾ ഞാൻ ആ ഗിൽറ്റർ പേപ്പർ വെച്ചപ്പോൾ വേറൊരു ലുക്ക് കിട്ടുന്നു. എൻ്റെ ഒരേ കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊട്ടും നല്ലത്. വൈറ്റ് യൂസ് ചെയ്താലും ഞാൻ വിചാരിച്ചു. പിന്നെ വൈറ്റ് യൂസ് ചെയ്യാത്തതിൻ്റെ കാര്യമാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് അറിയുന്നത് ചളിയാവും. സോ അത് ഞാൻ യൂസ് ചെയ്തില്ല. ഇത് കണ്ടൊരു ഫിനിഷിംഗ് ഇല്ലാത്ത വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് അവിടെ ഒട്ടിക്കാവുന്നതാണ്. ഞാൻ പക്ഷെ ചെയ്യുന്നില്ല കേട്ടോ അത്. എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ നടുഭാഗം ഒന്ന് താഴ്ന്നിരിക്കുന്നുണ്ട്. അത് എൻ്റെ ഉള്ളിലുള്ള കാർഡ്ബോർഡൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താഴാതിരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ഞാൻ കുറച്ച് ക്ഷമയില്ലാത്ത പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ അവിടെ കാർഡ്ബോർഡ് വയ്ക്കാത്തത്. ഐ തിങ്ക് അതിൻ്റെ നടുക്കിൽ കാർഡ്ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്.
പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ബൈ ബൈ.